ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു BMW 5 സീരീസ് ആണ്. ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് ഡ്രൈവ് ട്രെയിൻ ഇഷ്യൂ ആയിട്ടാണ്. അപ്പോൾ ഡ്രൈവ് ട്രെയിൻ ഇഷ്യൂ ആയിട്ട് നമ്മൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ എഞ്ചിൻ ഓയിൽ മാത്രമല്ല നമ്മൾ ഒന്ന് രണ്ട് ഐറ്റവും കൂടി നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എന്താണ് വന്നിരിക്കുന്ന DTC, അതേമാതിരി തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാഹനത്തിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ റിപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് പല BMW വാഹനങ്ങളും സർവീസ് 15K സർവീസാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ 15K സർവീസ് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് 8000 റീസെറ്റ് ആവുന്നത്. അപ്പോൾ 8000 നമുക്ക് സർവീസ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്കത് 12K അല്ലെങ്കിൽ 15K നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എൻ്റെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ വാഹനത്തിൽ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിനാണ് ഈ കാണുന്നത്. ഇതൊരു 4 സിലിണ്ടർ സിംഗിൾ ടർബോ എഞ്ചിനാണ്, ഇൻലൈൻ എഞ്ചിനാണ് ഈ കാണുന്നത്. അതേമാതിരി തന്നെ ഇതിൻ്റെ എഞ്ചിൻ നമ്പർ പറയുകയാണെങ്കിൽ N20 എന്ന് പറയുന്ന സീരീസിൽ വരുന്ന ഒരു എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിലെ സർവീസ് നിങ്ങൾ ഡ്യൂ കണ്ടല്ലോ, 8000 ആണ് നമ്മൾ റീസെറ്റ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്നത്. അപ്പോൾ 8000 നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ചില വാഹനങ്ങൾ നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 8000, 7000, 10,000 ഒക്കെ ആയിട്ട് ചില മോഡൽ വാഹനങ്ങൾ റീസെറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് 15K സർവീസാണ്. 15Kയിൽ റീസെറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു 12Kയിൽ റീസെറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അപ്രോക്സിമേറ്റ്ലി അത് മതി. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ എന്താണ് DTC വന്നിരിക്കുന്നത് എന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്യണം. അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഫോൾട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഫോൾട്ട് ക്ലിയർ ചെയ്യാൻ മാത്രമുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ 8000 എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചേഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പം ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് DTC എഞ്ചും കൂടി ഞാൻ കാണിച്ചു തരാം. എന്താണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് DTC എന്ന്. അപ്പോൾ നമുക്ക് ഓട്ടോ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് DTCയും കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ സ്കാനർ ഉപയോഗിച്ച് നമുക്ക് ഓരോ മൊഡ്യൂളുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനും അതേമാതിരി തന്നെ സെപ്പറേറ്റ് ആയിട്ട് DTCയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേമാതിരി തന്നെ ട്രാൻസ്മിഷനും എഞ്ചിനൊക്കെ സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഓട്ടോ സ്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് മൊഡ്യൂളുകൾ നമുക്ക് ഇതേമാതിരി തന്നെ സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേമാതിരി തന്നെ ആ മൊഡ്യൂളുകളിൽ ഏതൊക്കെ മൊഡ്യൂളുകളിൽ എന്തൊക്കെ ഫോൾട്ട് ഉണ്ടായിട്ടുണ്ട്, അതേമാതിരി എന്തൊക്കെ ഫോൾട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഓട്ടോ സ്കാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഏത് മൊഡ്യൂളാണ് വേണ്ടത്, നിങ്ങൾക്ക് എഞ്ചിൻ മാത്രമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഞ്ചിൻ മാത്രം ചെയ്യാം. ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ, എഞ്ചിനിൽ വന്നിരിക്കുന്നത് മിക്സ്ചർ കൺട്രോൾ ഫ്യൂവൽ എയർ മിക്സ്ചർ 2 റിച്ച് എന്നുള്ളൊരു ഫോൾട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫോൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓയിലും കാര്യങ്ങളെല്ലാം തന്നെ റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ സർവീസ് ഡ്യൂവിന് സമയമായിട്ടില്ല. അപ്പോൾ നമ്മൾ സർവീസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതേമാതിരി തന്നെ ഈ ഒരു വാഹനത്തിൽ ഇതിപ്പോൾ കണ്ടല്ലോ, DTCയും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും റിലേറ്റഡ് ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് വരുന്ന DMEയിലുള്ള ഫോൾട്ടുകൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഫോൾട്ടുകളും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഏതൊക്കെ മൊഡ്യൂളുകളിൽ ഇനി ഫോൾട്ടുകൾ ഉണ്ട്, പെർമനൻ്റ് എന്നുള്ളത് നമ്മൾ വീണ്ടും സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യേണ്ടത് ഓയിൽ റീസെറ്റിൽ നമുക്ക് ഇവിടെ ആയിട്ട് കുറേ ഓപ്ഷനുകളുണ്ട്. നമുക്ക് വേണ്ടത് വെഹിക്കിൾ ഡാറ്റ കറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ കറക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറക്ഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് 8000 റീസെറ്റ് ആകാൻ സാധ്യത. അപ്പോൾ 8000 തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് 8000 എന്നുള്ളത് നമുക്ക് ഫോർകാസ്റ്റിംഗ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് കണ്ടല്ലോ, 8000 ഫോർകാസ്റ്റിലുള്ളത്. അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കറക്ഷൻ ചെയ്യണം. 12,000 കറക്ഷൻ ചെയ്യണം. ഇത് കണ്ടല്ലോ, നമുക്ക് ഇതേമാതിരി തന്നെ കറക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് നമുക്കത് 12Kയിലോട്ട് മാറും, അല്ലാന്നുണ്ടെങ്കിൽ 15Kയിലോട്ട് മാറും. അപ്പോൾ നമ്മളിപ്പം മാറിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. മിക്കവാറും 12Kയിലാണ് സാധ്യത. കണ്ടല്ലോ, ഇപ്പോൾ 12,000 മാറിയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, 12,000 കിലോമീറ്ററിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ 12,000 കിലോമീറ്റർ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ, 12,000 കിലോമീറ്റർ. നേരത്തെ 8,000 ആയിരുന്നു. അപ്പോൾ 8,000 നമുക്ക് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കസ്റ്റമർ പറയും, ഞാൻ 15,000 സർവീസിന് വന്നിട്ട് എൻ്റെ വണ്ടി നിങ്ങൾ ഓയിൽ ഒഴിച്ചിരിക്കുന്നത് 8,000 ഓയിലാണോ 8,000 ആണോ സർവീസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 12Kയിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഈ വാഹനത്തിൽ മാറിയിരിക്കുന്ന പാർട്സ് ഞാൻ കാണിച്ചു തരാം. അതേമാതിരി തന്നെ നമ്മൾ അതിനുശേഷം സ്കാൻ ചെയ്യുന്ന സമയത്ത് എഞ്ചിനിലൊന്നും ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, എല്ലാം
എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആകെ ഒരു ഫോൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അത് നമുക്ക് റിലേറ്റഡ് ഒന്നല്ല, നമ്മൾ വർക്കുമായിട്ടുള്ള റിലേറ്റഡ് ഒന്നല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചില മോഡൽ വാഹനങ്ങളിൽ അങ്ങനെയുള്ള ഫോൾട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളത് ഇഷ്യൂ ആക്കണ്ട. നമുക്കിപ്പം ചെയ്യാൻ തന്നിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഡ്രൈവ് ട്രെയിനിൻ്റെ ഇഷ്യൂ മാത്രമാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, അത് ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ഫോൾട്ട് മാത്രമേ ഉള്ളൂ. അത് പിന്നെ കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ വാഹനത്തിൽ മാറിയിരിക്കുന്ന പാർട്സ് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ മാറിയിരിക്കുന്നത് ഈ ഒരു വയറിങ് ഉണ്ടല്ലോ. ഈ ഒരു വയറിങ് നമ്മൾ മാറാൻ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ വാഹനത്തിൻ്റെ ഹൈ പ്രഷർ പമ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഹൈ പ്രഷർ പമ്പ്, പഴയ ഹൈ പ്രഷർ പമ്പിൻ്റെ കപ്ലറാണ് ഈ കാണുന്നത്. അപ്പോൾ പഴയ ഹൈ പ്രഷർ പമ്പ് പുതിയ ഹൈ പ്രഷർ പമ്പുമായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അവർ മോഡിഫിക്കേഷൻ ടൈപ്പാണ് പുതിയത് വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഹൈ പ്രഷർ പമ്പ് പിടിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ വയറിങ്ങും കൂടി നമ്മൾ ഓർഡർ ചെയ്യണം. വയറിങ് നമുക്ക് ഇതേമാതിരി കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് സോൾഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ ഹൈ പ്രഷർ പമ്പും ഇതിൻ്റെ വയറിങ്ങിൻ്റെ കപ്ലറും എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും മാറിയിട്ടുണ്ട്. കാരണം ഈ വാഹനത്തിൻ്റെ ഹൈ പ്രഷർ പമ്പ് ഫോൾട്ടി ആയിട്ട് പെട്രോൾ നേരെ ഇറങ്ങിയിരിക്കുന്നത് എഞ്ചിൻ ഓയിലിലേക്കാണ്. അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ അകത്ത് പെട്രോളിൻ്റെ ആവശ്യം കൂടുതലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് റിച്ച് മിക്സർ എന്നുള്ളൊരു ഫോൾട്ട് വരും. അപ്പോൾ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും മാറാതെ ഈ ഒരു ഫോൾട്ട് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ പമ്പ് മാറിയതിന് ശേഷം എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും മാറുക, നിങ്ങളുടെ പ്രശ്നം തീരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് for watching.